നമസ്കാരം. ഉണ്ടല്ലോ ക്രിസ്ത്യൻ അധികാരിയാണ് മതിയാണ്. അയ്യപ്പ ശരണം ഒമ്പാവാസ ഒമ്പാവാസ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം ശരണം ഭഗവാനേ ഭഗവാനേ ഭഗവതിയേ ഈശ്വരനേ ഈശ്വരിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ മൂർത്തിയേ സ്വാമിയേ ഭഗവാനേ ഭഗവതിയേ ഭഗവാനേ ഭഗവതിയേ ഭഗവതിയേ ഭഗവാനേ ഭഗവാനേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ സ്വാമിയേ
ശരണം വിളിക്കേ. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം അയ്യപ്പ ശരണം പോയിട്ടോ കാണാം. ഇവിടെ നാട്ടിലായിരുന്നു. പേര് പറ. പേര് ശ്രീനിവാസ്. എവിടെയാ വീട്? ഇവിടുന്ന് കുറച്ചപ്പുറം തന്നെ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു. എവിടെ? ഷോപ്പിൽ. ജനസേവന കേന്ദ്രം. അതെയാ, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ആയിക്കോട്ടെ. പേര് കൂടി പോയി. ശ്രീനിവാസ്. ശ്രീനിവാസ് അല്ലേ? നല്ല നമസ്കാരം. ഓക്കെ. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള വല്യന്നൂർ ദേശത്ത് നിന്ന് കുറച്ചും കൂടി മുന്നിട്ട് വന്ന ഏച്ചൂർ കോട്ടം എന്ന് പറയും. അവിടെയാണ് ഉള്ളത് കേട്ടോ. അപ്പം എന്താന്ന് കിണറാ അത് കണ്ടോ? അപ്പോൾ ഏച്ചൂർ വന്നിരിക്കുകയാണ്, കോട്ടത്തിൽ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ രാവിലെ വരുമ്പം തന്നെ കെട്ടുക അറിയായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം അതൊന്ന് കണ്ടേക്കാമെന്ന് കരുതി. പിന്നെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ നമുക്ക് അതിന് ശേഷം എടുക്കാം. ഇപ്പം പിന്നെ ക്ഷേത്രക്കുളം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് മനസ്സ് അടിങ്കും പോകുന്നതുകൊണ്ടാണ് ചിലപ്പം പിന്നെ ഇങ്ങനെയാണല്ലോ ആയിപ്പോകുന്നത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ലേ, അതിസുന്ദരമായ ഒരു കുളമാണ്. ഇത് ചെറിയൊരു കുളം, നല്ല അടിപൊളി കുളം. ഇത് കുളിക്കലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഒഴുക്ക് ഇപ്പം നിന്നിട്ടാണ്. ഇവിടെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ മുമ്പിട്ട് ഇവിടെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഓർമ്മയില്ല. വന്ന സ്ഥലങ്ങളിലും ഒട്ട് മിക്ക സ്ഥലങ്ങളും എനിക്ക് ഓർമ്മ ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് എന്നാ എൻ്റെ ഇത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒട്ടനവധി പേര് നമ്മോട് പറഞ്ഞു ഇവിടെ നാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയുള്ള സ്ഥലമാണ്, അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് നാഗസ്ഥാനമാണ് കേട്ടോ. ഇവിടെ ചിത്രകൂടവും അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഇങ്ങനെയാണ് ഉള്ളത്. കാരണം അതീവ കാല പഴക്കമുള്ള ഒരു ക്ഷേത്രമായത്. അത് നാഗലിംഗ പുഷ്പമാണ് കേട്ടോ ഈ മരം.
എന്താ പേര്? പത്മനാഭൻ. പത്മനാഭൻ അല്ലേ? പത്മനാഭൻ അത്രയേ ഉള്ളൂ അല്ലേ? എന്തായിരുന്നു ജോലി ചെയ്തത്? കച്ചവടമാണല്ലേ? നിങ്ങൾ 3 ഊരാളന്മാരാണുള്ളത് അല്ലേ? 2 അല്ല, ഒരാൾ 2 തറവാടാണല്ലേ? അനിയത്തിയായിട്ടുള്ള 2 തറവാട്. എന്താ തറവാട്ട് പേരെന്താ? എൻ്റെ ആലുപുറമ പൊന്നോത്ത്, മറ്റേത് പൊന്നോത്ത് വണ്ണാരശാല. അങ്ങനെ. രണ്ട് ഇതിനെപ്പറ്റി ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിലും മറ്റുള്ള വിധത്തിലെല്ലാം ഒരാൾ ഓരോ രീതിയിലെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അധികാരികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റായ രീതികൾ നമുക്ക് മാറ്റിയെടുക്കാനും. ഒരിക്കൽ കാലു കൂട്ടുന്ന സ്ഥലത്ത് നിന്ന് അങ്ങറ്റം വന്നു എന്ന് ഭഗവതി എന്ന് പറയുന്നു. മഹാദേവൻ വന്നു, മകളും പിതാവുവാ വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പം അത് എന്താ കഥ, ഏതാ കഥ എന്ന് അങ്ങേപോലുള്ള ഒരാളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടാണ് വന്ന് ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പയ്യാവൂർ ഉത്സവം കാണാൻ പോയി. വളരെ പഴക്കമുള്ള കഥയാണ്. അപ്പോൾ പയ്യാവൂർ ഉത്സവം കാണുമ്പോൾ ഉത്സവം മുടങ്ങി അവിടെ. അപ്പോൾ ഇദ്ദേഹം കൊണ്ട് ഇളനീര് കയറി എല്ലാം കൂടി അവിടെ കൊടുത്തു. കാലിക്കച്ചവടത്തിലാണ് പോയത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇതെല്ലാം അവിടെ കൊടുത്തിട്ട് തിരിച്ചിങ്ങ് വരുമ്പോൾ ഒന്നിച്ചിട്ട് വന്നു എന്നാണ് പറയപ്പെടുന്നു. കൊടയിൽ കുട ആടെ വീട്ടിൽ പുറത്താടെ വെച്ചു. അകത്ത് വരുമ്പോൾ അകത്ത് ആ സ്ത്രീകൾക്ക് വല്ലാതെ വിഭവം തോന്നി, അകത്താരും ഇരിക്കുന്നതായിട്ട് തോന്നി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ വീട്, തറവാട് വീട്, അത് ഉപേക്ഷിച്ചു 12 കൊല്ലം കൊണ്ട് മുണ്ടേരി ഭഗവതിയിലെടുത്ത് ആടിയിരുന്നു. ആടുന്ന വീട് ക്ഷേത്രം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട് പ്രതിഷ്ഠിച്ചു. വീട് നമ്മൾ വേറെ ഉണ്ടാക്കി. വന്ന സാമ്പത്തിക ചെറിയ വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിച്ചു. ഇവിടെ അമ്പലത്തിന് ഇതങ്ങ് ഒഴിഞ്ഞു. അമ്പലത്തിനായിട്ട് അന്ന് കൊടുത്ത് 10-15 ഏക്കർ സ്ഥലം. ഇപ്പോൾ 10 ഏക്കറുകൾ ഉണ്ട് കൈ. 15 ഏക്കറുകൾ ക്ഷേത്രത്തിന് നീക്കി വെച്ചു. അങ്ങനെ 2 അടുത്ത ഏരിയത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ പങ്കെടുത്ത് അങ്ങനെയാണ് നടന്നു വന്നത്. ഇന്നും അങ്ങനെ വരുന്നുണ്ട്. ഒന്ന് ചെറുങ്ങായി ചിരിക്കാം. അത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചതല്ലേ, അപ്പം അതുകൊണ്ട് ആ ജോലി ഭംഗിയായി തീർക്കുക എന്നുള്ള. പിന്നെ പണ്ട് ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത്? തറ പോലെ കെട്ടിയിട്ട് അങ്ങനെ ഉണ്ടായത് മുമ്പിട്ട് ആൽത്തറ ഉണ്ടായി എന്ന് പറയുന്നത് ആദ്യം ആൽത്തറ അല്ലെ? ഈ തറയായിരുന്നു. പിന്നെ ആലുറുമ്പനുള്ള പേര് വന്നത്. അതെ. പക്ഷെ ഇതെങ്ങനെ പിന്നെ ഏച്ചൂർ കോട്ടം എന്നുള്ള ഒരു ഇത് അതുകൊണ്ട് ഏച്ചൂരിന്റെ ലാസ്റ്റ് ഭാഗമായി. അതെ. അങ്ങോട്ട് ഏച്ചൂര് തന്നെ. അത് മുണ്ടേരി അപ്പുറം അല്ലേ? അങ്ങനെയുണ്ട് അല്ലേ? അതിർത്തിയിലാണ് ശരിക്കും ഉള്ളത് ഭഗവാൻ. റോഡ് തന്നെയാണ് അതിർത്തി അല്ലേ? അപ്പുറം. അതെ. തൊട്ടപ്പുറം എന്ന് വെച്ചാൽ മുണ്ടേരിയാണ്. ആ ഓട്ടോറിക്ഷ ഒക്കെ പോകുന്ന വഴി മുണ്ടേരിയും. അതെ, ഇപ്പോൾ ഓട്ടോറിക്ഷ മുണ്ടേരിയിലേക്ക് വന്നു. പക്ഷേ ഇതുള്ളത് ഏച്ചൂരാണ്. നമ്മളെ ക്ഷേത്രം ഇരിക്കുന്നത് ഏച്ചൂരിലാണ്. അതുകൊണ്ടാണ് ഏച്ചൂർ കോട്ടം എന്നുള്ള ഒരു പേര് വരാൻ കാരണം. കോട്ടം എന്നുള്ളത് അന്നത്തെ നമ്മൾ ഈ കോട്ടം, കാവ്, അമ്പലം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ കോട്ടം ഏത് ഇതിൽ കാറ്റഗറിയിൽ പെടുന്ന? അതെ. അന്ന് ഈ ജാതി സ്പിരിറ്റും കാര്യങ്ങളെല്ലാം ഉള്ളൊരു കാലത്ത്. അപ്പോൾ ഒരു സാധാരണ നായർ തറവാട്ട കൃഷിക്കാരനാണ്. അപ്പോൾ വലിയ ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആ നിലക്കുള്ളത് വന്ന് ചെറിയൊരു ഇതാക്കി. ഇവിടെ കെട്ടിയാടലും അങ്ങനത്തെ അവിടെ കെട്ടിയാടല അത് അന്ന് ആ കാലഘട്ടത്തിലെ ഭഗവതി ഇല്ലേ അല്ലേ? അല്ലേ? ഞാൻ കോലം പറഞ്ഞത് തായ്പരദേവത്തിന്റെ പഴശ്ശി ഭഗവതി പറയാം. മകളായിട്ട് സങ്കല്പിച്ചു. അവർക്ക് സ്ഥാനം കൊടുത്തു അവിടെ അല്ലേ? അവിടെ സ്ഥാനം കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് വിഭാഗത്തിലെ പേരാ കെട്ടിയാടുന്നത്? തിരുവണ്ണാന്മാര്, പണിക്കന്മാരാണ്. എല്ലാ അവകാശികളും ഉണ്ട് ഇവിടെയുണ്ട് അല്ലേ? എല്ലാ സമുദായത്തിൽപ്പെട്ട അവകാശികൾ. അത് ഏത് മാസം വരുന്നത്? ഫെബ്രുവരിയിൽ അതും വരുന്നത് അല്ലേ? ക്ഷേത്ര ഉത്സവം വരുന്ന ആ സമയത്ത് തന്നെ ഫെബ്രുവരി 12 മുതൽ തുടങ്ങും. അത്ര 21 വരെ. അത്രയും ദിവസം നീണ്ടിട്ട് പോകും. 4 ദിവസം മഹോത്സവമായിട്ട്. തിടമ്പ് നിർത്തുണ്ടോ ഇവിടെ? 2 ഇരട്ട തിടമ്പാന്നല്ലേ? എന്തായാലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള വഴി ഉണ്ടാക്കി തട്ട്. പിന്നെ അതുപോലെ ഇവിടെ ആന അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല.
പിന്നെ കലശാഭിഷേകവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ അടുത്ത കുംഭാഭിഷേകം കലശാഭിഷേകം ഒക്കെ കുംഭാഭിഷേകം ഇതുവരെ നടന്നിട്ടില്ല. കലശം ഇപ്പൊ ഒരു 4 കൊല്ലം ആയിട്ടില്ല ചെയ്തിട്ടു അല്ലേ? 12 കൊല്ലം കൂടുമ്പോൾ അതെ അതെ അങ്ങനെ പറയപ്പെടുന്നു. ആചാര്യന്മാർ അങ്ങനെ പറയുന്നു. അതെ അതെ കുംഭാഭിഷേകം അങ്ങനെയാ പറയുക. അതായത് നമ്മളെ പ്രതിഷ്ഠയിലെ ഈ നെഗറ്റീവ് ഫുൾ പോയിട്ട് പോസിറ്റീവ് ഉണ്ടാക്കാൻ പറ്റും. അതെ അതെ വീണ്ടും ഉണ്ടാക്കല്. അതെ അതെ അങ്ങനെയല്ലേ പറയുന്നത്. അതെ അതെ. പിന്നെ ഇവിടെ വേറെ ഇത് ദേവതമാരുള്ള ഇവിടെ നാഗം ഉണ്ട്. ഞാൻ കേട്ടറിവെന്ന് വെച്ചാൽ ഇവിടുത്തെ നാഗത്തിന് അതീവ ശക്തിയുള്ളതാണെന്നാണ് കേട്ടിട്ടുള്ളത്. നാനാദേശത്ത് നാഗത്തിന്റെ പ്രശ്നം വരുമ്പോൾ പല ഭാഗത്തുനിന്നും വരുന്നു. അതെ ഇവിടെ വന്നാൽ തീരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലേ? പിന്നെ ബ്രഹ്മരക്ഷസ് പിന്നെ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെ എത്തി എന്ന് പറഞ്ഞാൽ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. പോയിട്ട് എന്തോ തർക്കം കൊണ്ട് ഏതോ കാലത്താണ് തർക്കം കൊണ്ട് അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാ പറഞ്ഞു. അതെ അതെ അങ്ങനെ സംഭവിക്കും. ഒരാള് ബ്രാഹ്മണനാണ്, ശാന്തിക്കാരനാണ്. പിന്നീട് അത് ഇതായി മാറിയത് ഇങ്ങനെ ആയിട്ട് മാറിയതാണെന്നാ പറയുന്നത്. ഞാൻ പേര് വിട്ടുപോയി. പത്മനാഭൻ. ഞാൻ അങ്ങോട്ട് പിന്നെ ചോദിക്കുന്ന വെച്ചാൽ എത്ര കാലപ്പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ? 1300-ലധികം കൊല്ലങ്ങൾ പഴക്കമുണ്ട് അല്ലേ? 74 നമ്മൾ സ്വർണ്ണ പ്രശ്നം വെച്ചാൽ സ്ഫുടം ചെയ്തിട്ട് ആധികാരികമായ രേഖയൊന്നും നമുക്ക് മുൻപ് കിട്ടാതെടുത്തോളം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അന്ന് ആധികാരിക കാരണന്മാരിലുണ്ടായിരുന്നു, അതെനിക്കൊന്നും അറിയില്ലായിരിക്കും, കിട്ടിയില്ല. അതേ നമുക്ക് പറയാം. അധിപനാണ് ക്ഷേത്രത്തിൽ. ഈ പ്രദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടെ വരുക, പലതുമായിട്ട് പല സമയത്ത് എത്തിക്കുക. ആധിപത്യം ഇവിടെ ഉണ്ട്. എല്ലാ ക്ഷേത്രത്തിലെ എല്ലാ സമുദായക്കാരും എല്ലാവരും ആ സമയം നമുക്ക് ഉത്സവ സമയത്ത് ഒത്തുകൂടൂല. ഉത്സവ സമയത്ത് വരും അല്ലേ? ഇളനീര് അഭിഷേകമുണ്ട്. അതിന് കൊണ്ടുവരേണ്ട ആള് ഇളനീര് അഭിഷേകം കൊണ്ടുവരും. ആ കുംഭം 6-ാം തീയതി സന്ധ്യ ആകുമ്പോഴേക്ക് ഇളനീര് കാഴ്ചയായിട്ട് വാദ്യത്തോടും കൂടി വരും അല്ലേ? വാദ്യത്തോടും കൂടി. പിന്നെ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊട്ടൂര് സമയത്ത് പിന്നെ ഇവിടുന്ന് ഇളനീർ എടുത്തിട്ട് പോക്കോ വരുവോ അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? അല്ല നിങ്ങൾ പഴയകാല ക്ഷേത്രം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രം. അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? പിന്നെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ അന്നദാനം ഉണ്ടോ? എല്ലാ ദിവസവും അന്നദാനമുണ്ട്. 4 ദിവസം രാത്രി അന്നദാനം. ഇവിടെ സംക്രമത്തിന് എന്തെങ്കിലും പ്രത്യേക പരിപാടിയോ കാര്യങ്ങളൊന്നും? സംക്രമത്തിന് അങ്ങനെ പൂജയും കാര്യമില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ഉണ്ടോന്ന് അറിയില്ല. അതെ അതെ. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്നൊരു ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല എന്ന് പറയാനാവില്ല. അല്ല പണ്ട് കാലത്ത് ഈ സംക്രമ നാളിൽ മാത്രമായിരുന്നു ഇവിടെ പൂജ നടന്നുകൊണ്ടിരുന്നത്, നിത്യവിളക്ക് കൊടുത്തോണ്ടിരുന്നത് എന്നാണ് എനിക്ക് തോന്നിച്ചത് ഇവിടെ വന്നപ്പോൾ. അതെ 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 അതെ. ഇവിടുന്ന് പിന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നടത്തുന്നുണ്ട്. പിന്നെ കെട്ടുനിറി നടത്തുന്നുണ്ട്. പിന്നെ ഇത് ചോറൂണ് കൊടുക്കലുണ്ട്. പിന്നെ അരിയിലെത്തിക്കലുണ്ട്. നവരാത്രി നാളിലൊന്നും കമ്പോസിയുടെ പൂജയുണ്ട്. പിന്നെ ഇതിന്റെ ഉപക്ഷേത്രമായിട്ട് വേറെ ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ? ഇതിന്റെ നേരിട്ട് വേറെ ക്ഷേത്രങ്ങൾ ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ചീറമ്പക്കാവ്, നുച്ചിരോട്ടുകാവ്, ഇങ്ങനെയുള്ള കാവുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ മഹാലക്ഷ്മിയെ ഞാൻ കണ്ടു. അപ്പൊ അതെന്താ? അത് ഈ മുണ്ടേരി ഭഗവതിന്റെ അവിടെ ഞാൻ പറഞ്ഞ ആടെ അപ്പോൾ ശാന്തി പൂജ ഒന്നുമില്ല, അടച്ചിട്ടാണ് വീണ് പൊളിഞ്ഞു പോയത്. അപ്പോൾ സ്വർണ്ണപ്രശ്നം ചെയ്യും പറഞ്ഞ് ഞാനിവിടെ ഒന്നും ഇല്ലാണ്ട് നിൽക്കുകയും ഞാനും അങ്ങോട്ട് വരുന്നു. അങ്ങനെ ഇവിടത്തേക്ക് വന്നതാണ് അല്ലേ? മഹാലക്ഷ്മി മുണ്ടേരി അവര് നാശവശായി നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ വീട് കൊണ്ടുവന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അല്ലേ? കഴിയുന്നത് അതെ 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 അത് ചെയ്തു. അത് മുതലേ ഇവിടെയുണ്ട്. നൃത്തമുണ്ട് അല്ലേ? നൃത്തമുണ്ട്, പൂജയുണ്ട്. ഇവിടുന്ന് മറ്റുള്ള കുട്ടികളെ അരങ്ങേറ്റവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ? ചില സമയത്ത് ഈ ഉത്സവ സമയത്ത് എല്ലാം ഉണ്ടാവും അല്ലേ? പിന്നെ ഇവിടെ വേറെ ഐതിഹ്യം എന്താ ഉള്ളത് ഇതിനെ പറ്റിയിട്ട്? ഭഗവാൻ മഹാദേവൻ എവിടുന്ന് വന്നു? പിന്നെ പയ്യാവൂരിന്ന് ആദ്യവയത്തൂര്, പയ്യാവൂര്, കല്ലായി, കല്യാട്ട്, മേലൂര് എന്ന് പറഞ്ഞ മഹാക്ഷേത്രങ്ങളിലുണ്ട്. അതിൽ നിന്ന് പയ്യാവൂരിന്ന് നേരെ ഇവിടത്തേക്ക് വന്നെയാണ്. വയത്തൂരിൽ നിന്നാണ് പയ്യാവൂരേക്ക് വന്നത്. വയത്തു അവിടുന്ന് ഇവിടത്തേക്ക് വന്നു. അങ്ങനെയാണ് ഐതിഹ്യം പറഞ്ഞു വരുന്നത്.